നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഫിഫ വേൾഡ് കപ്പ് കണ്ട് രസിച്ചവരാണ്. നമുക്ക് വലിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഫിഫ വേൾഡ് കപ്പ്. ഇപ്പം എനിക്കൊന്ന് 1 മാസമായി ഇത് കഴിഞ്ഞിട്ട്. അപ്പം നമ്മളെല്ലാവരും മലയാളി ഓഡിയൻസ് എല്ലാവരും വളരെ വിഷമത്തിലാണ്. ഈ രസകരമായിട്ടുള്ള പരിപാടികളൊന്നും ടി വിയിലില്ല. അപ്പോൾ ഈ പുതിയൊരു കാര്യം നടക്കാൻ പോയൊരു സാധനം തന്നെയാണ്, എപ്പോഴുള്ളൊരു സാധനമാണ്. ഏഷ്യാനെറ്റിൻ്റെ എപ്പോഴുമുള്ള പരിപാടി വീണ്ടും തിരിച്ചു വരികയാണ്. മറ്റൊന്നുമല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 8. അവർ ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അഗ്നി പരീക്ഷ എന്നാണ്. അപ്പം മുമ്പത്തേക്കാൾ ഒരു പ്രത്യേക രീതിയിലാണ് അവർ ഈ സീസൺ 8 നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. ഇതിനകത്ത് 3 ജഡ്ജസ് ഉണ്ട്, 40 പ്ലെയേഴ്സ്. 3 ജഡ്ജസ് എന്ന് പറഞ്ഞാൽ 1 അഖിൽ മാരാർ, 2 രഞ്ജിനി ഹരിദാസ്, 3 റിയാസ്. ഇവർ 3 പേരാണ് ഈ സീസൺ 8 അഗ്നി പരീക്ഷയിലെ ജഡ്ജസ്. ഇത് തുടങ്ങുന്നത് ഓഗസ്റ്റ് 15 ശനിയാഴ്ചയാണ്. ഇപ്പം പല വ്യത്യസ്തരായിട്ടാണ് ഈ പ്രാവശ്യം ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ഒരുപാട് കോമണേഴ്സിനെ കൊണ്ടുവരാം, സാധാരണക്കാരെ കൊണ്ടുവരാം. 2 രീതിയിലാണ് അവർ കാണുന്നത്. സാധാരണക്കാരൻ, സെലിബ്രിറ്റീസ് എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. നമുക്കങ്ങനെയൊന്നുമില്ല, മത്സരാർത്ഥികൾ എന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് സാധാരണക്കാർ, ഇപ്പോൾ കാർപ്പൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവേഴ്സ്, അതുപോലുള്ള ആളുകളെ കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. സീസൺ 7 ആദ്യമായിട്ടൊരു കോമണറിനെ കൊണ്ടുവന്ന് അനീഷിനെ. ബാക്കി അതിൻ്റെ അകത്ത് പങ്കെടുത്തവരൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെയാണ്. സിനിമ, സീരിയൽ, ഫാഷൻ മോഡലിംഗ് രംഗത്തിലൊക്കെ പ്രവർത്തിച്ച ആളുകൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തരമായിട്ട് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രൊമോ കണ്ടായിരുന്നു. ഒരു പയ്യൻ, എല്ലാവരും ഈ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ടാണ് പ്രൊമോ കാണിക്കുന്നത്. പക്ഷെ അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആളുകളുടെ ഇൻസ്റ്റ ID ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് കുറച്ച് ആളുകൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 40 പേരാണെന്ന് പറയുന്നു. അപ്പം അതിൽ ആ ഒരു പയ്യൻ എൻജിനീയറിങ് കഴിഞ്ഞാണ്. അവൻ്റെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണമെന്നാണ്. അത് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു, ഞാനും കമൻറ്റ് ചെയ്തു. ഇപ്പം ഈ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ഒരു സിനിമ ആക്ടർ ആകും എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അങ്ങനെ വെക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊരു ഗെയിമാണ്. അവർ തരുന്ന ഗെയിം കളിക്കുക, ജനങ്ങളുടെ വോട്ട് പിടിക്കുക, അതാണ് ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഇതിൽ വന്നു എന്ന് കരുതി സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടും എന്നൊന്നും വിചാരിക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, ഞാനും കമൻറ്റ് ചെയ്ത്, സിനിമയിലും സീരിയലിലും പ്രവർത്തിച്ച ഷാനവാസിക്ക ഞാൻ സീസൺ 7 മൊത്തം കണ്ടതാണ്. തുടക്കം തൊട്ട് ഫിനാലെ വരെ ഞാൻ കണ്ടതാണ്. അതിനകത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തത് ഷാനവാസിക്കാണ്. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് വളരെ സത്യസന്ധരും ഒരു ഒറിജിനൽ OG പ്ലെയറായിട്ട് എനിക്ക് തോന്നിയത് ഷാനവാസിക്കാണ്. ഞാൻ വോട്ടൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബാക്കിയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പം അനീഷിലാണെങ്കിലും അനുമോളിലാണെങ്കിലും നെവിലിനൊക്കെ ആണെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവരൊന്നും ബിഗ് ബോസ് മത്സരത്തിന് ചേർന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. അവരൊക്കെ കള്ളത്തരം കാണിച്ച് നിന്ന് പോയതാണ്. അപ്പം ഒരുപാട് ഇത് കമൻറ്റ് ചെയ്ത്, ഞാനും കമൻറ്റ് ചെയ്ത്. പിന്നെ വേറെ വന്നതാണ്, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ്, അല്ലാതെ സമൂഹത്തിന് ഒരു മാതൃകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവർ കൊടുക്കുന്നത്. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കി വെച്ച് ഈ ബിഗ് ബോസും ജീവിതവും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ ലാലേട്ടനെ ഒരിക്കലും കുറ്റം പറയത്തില്ല. അദ്ദേഹം ഒരു ശമ്പളക്കാരനാണ്, പറയുന്നത് അനുസരിക്കുക എന്നത് മാത്രമാണ്. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ കറക്കിക്കുത്ത് നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവർ ഇത് ജീവിതമായിട്ട് കൂട്ടിക്കുഴയ്ക്കാണ്. ഒരു ഇതുമില്ല. ഇവിടെ ഇപ്പം സീസൺ 7 വന്ന ഒരാൾക്ക് ഒരു അവസരം പോലും കിട്ടുന്നില്ല. അപ്പോൾ പാട്ടുകാരനൊക്കെ ആയിട്ടുള്ള അക്ബർ, അതൊന്നും ഒരവസരം പോലും കിട്ടില്ല. ഇവരൊക്കെ വന്ന് നാണം കെട്ടുപോയവരാണ്. ഇപ്പം എല്ലാവരും ഫീൽഡ് ഔട്ടാണ്. ഈ ബിഗ് ബോസിൻ്റെ ഈ മതിപ്പ്, ഈ ഫെയിം എന്നൊക്കെ പറഞ്ഞാൽ 100 ദിവസവും 1 മാസമൊക്കെ ഉള്ളൂ. ആ ഒരു ഇതൊക്കെ ഉള്ളൂ. ഇൻ്റർവ്യൂ ഇപ്പോൾ 100 ദിവസം കഴിഞ്ഞ് കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അത് തീരും. പിന്നെ അവരെ ആരും ശ്രദ്ധിക്കത്തുമില്ല, അവർക്ക് അവസരങ്ങളോ ഒന്നും കിട്ടത്തുമില്ല. അപ്പം ഷാനവാസിക്ക ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്.
ഇപ്പം അദ്ദേഹത്തിനെ പറ്റി ഒന്നും അറിവ് പോലും ഇല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈലൊക്കെ നോക്കുന്നതാണ്. ഇല്ല. പിന്നെ അതിൽ ആകെ ഒന്ന് വന്നത് അനീഷ് എന്ന് പറഞ്ഞ ആള് ഈ സീസൺ 8 പ്രൊമോഷൻ നടത്തി. പുള്ളി നല്ല ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിച്ചു. ഒരു അഭിനയിക്കാണ് എന്ന് തോന്നത്തില്ല, അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിരുന്നു. പിന്നെ അനിമോള് PR ഒക്കെ നടത്തി ജയിച്ചാന്ന് പറയുന്നു. ആ ഷോ എന്ന് പറഞ്ഞാൽ PR ഇതുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ ഇഷ്ടം തോന്നിയ ആളുകൾ ആ പരിപാടി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ കാണാൻ കാരണക്കാരനായത് ഷാനവാസിക്കയാണ്, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ. ബാക്കി ഞാൻ പറഞ്ഞില്ല, എല്ലാ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പം കാണുന്ന എല്ലാവരും വോട്ട് ചെയ്യും എന്നൊന്നും ഇല്ല. അപ്പോൾ ഈ PR ഉണ്ടെങ്കിലേ സത്യത്തിൽ ഈ ഷോ മുന്നോട്ട് പോകത്തുള്ളൂ. പൈസ കൊടുത്ത് വോട്ട് ചെയ്യിക്കുക, എന്നാലേ ഷോ കാണാൻ ആളുകൾ ഇരിക്കത്തുള്ളൂ. പിന്നെ PR ഇനിയിപ്പോൾ വളർന്നു വരും. ഇപ്പം 8 പ്രൊമോ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നതാണ് PR വിനു റെഡി സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് PR ഒരു ഇതാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ല. PR തമ്മിലുള്ള ഒരു മത്സരമായി മാറും. ഇപ്പം സീസൺ 8 അഗ്നിപരീക്ഷയെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേരിട്ടാലും ഒരു കാര്യമില്ല. ആദ്യത്തെ കുറച്ച് ദിവസം മാത്രം ഒരു ഇത് കാണും. പിന്നീട് എല്ലാം പഴയപടി അലമ്പും ബഹളവും പരദൂഷണവും കുറ്റം പറച്ചിലും വഴക്കുമൊക്കെ ആയിരിക്കും. അവസാനം സീസൺ 7 അവസാനം വളരെ ബോറിംഗ് ആയിരുന്നു. എല്ലാവരും കൂടെ ഒരാൾക്ക് ചാർത്തി കൊടുക്കുന്ന രീതിയിലായിപ്പോയി. ഒരു ചന്ദനമഴ സീരിയൽ പോലെയായി മാറി. എല്ലാവർക്കും അത് അവസാന നിമിഷം പോയി. പിന്നെ സ്ഥിരം നടക്കുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിക്കോ അല്ലെങ്കിൽ ഒരു അതിജീവിതയ്ക്കോ കൊടുക്കും, അല്ലാതെ ഗെയിമർക്ക് കൊടുക്കത്തില്ല. ഇപ്പം എല്ലാവരും കൂടെ വന്നു ബഹളം ഉണ്ടാക്കുന്ന, എല്ലാവരും കൂടെ എടുത്ത് ഉടുക്കുന്ന ഒരാളെ എടുത്ത് വിന്നറാക്കും. അതാണ് ഇതിൻ്റെ പരിപാടി. ഇപ്പം ഇനിയിപ്പം 100 ദിവസവും തുടങ്ങിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 15 തൊട്ട് വരുന്ന 100 ദിവസവും ഇതിനെക്കുറിച്ച് പറയുന്ന യൂട്യൂബേഴ്സിനും പിന്നെ മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ചാകരയാണ്. കാരണം ബിഗ് ബോസിനെ പറ്റി പറയുമ്പം എങ്ങനെ നോക്കിയാലും വ്യൂ ഒക്കെ കിട്ടും. ഒരു തുടക്കക്കാരനാണെങ്കിൽ പോലും, ചാനൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് 1000 പേരെങ്കിലും അതിൻ്റെ വീഡിയോ കാണാം. കാരണം ഞാൻ അത് ചെയ്തിട്ടുള്ളായിരുന്നു. ഷാനവാസിക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര നേട്ടമാണ്. ബിഗ് ബോസിൻ്റെ ഇത് തന്നെ പറയുന്ന ചാനലുണ്ട്. ഇപ്പം മുഖം കാണിച്ച് പറയുന്നുണ്ട്, കാണിക്കാതെ പറയുന്നുണ്ട്. സത്യത്തിൽ ഈ ബിഗ് ബോസ് കാണുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനം എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിലൊന്നും പ്രയോജനമില്ല. കുറച്ച് സമയം നമുക്ക് പോകും. പിന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് കുറച്ച് ലാഭിക്കാം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് നമ്മൾ വെറുതെ ഇൻ്റർനെറ്റ് കളയില്ല. അതിന് പകരം ഇത് കാണുമ്പോൾ ആ ഇൻ്റർനെറ്റ് ലാഭമായി എന്ന് തോന്നും. അല്ലാതെ വലിയ പ്രയോജനം സമൂഹത്തിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഇതൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ ലാലേട്ടൻ തന്നെ പറയും, നിങ്ങൾ നല്ലത് ചെയ്യൂ, നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ ശരിയാക്കൂ എന്ന് പറയും. പക്ഷെ അതൊരു പറച്ചിൽ മാത്രമാണ്, അതിൽ യാതൊരു സത്യവും ഇല്ല. അവിടെ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അവർക്ക് ഏറ്റവും വലുത് കണ്ടന്റാണ്. ഈ കണ്ടന്റ് എന്ന് പറയുന്നത് മാന്യ മര്യാദയുള്ള കണ്ടന്റ് അല്ല. ഇപ്പം എന്താണ് പുതപ്പിൻ്റെ അടിയിലുള്ള കാര്യം, അതുപോലെ തന്നെ ഇങ്ങനെ കിടക്കുന്നിടത്ത് ഇങ്ങനെ ഒരു പിടി, അതൊക്കെ ഉള്ള ഇതായിരുന്നു. ഞാൻ കണ്ടതായിരുന്നു അതൊക്കെ. അങ്ങനെയുള്ള ഇതൊക്കെയാണ് വരുന്നത്. അവസാനം ഇപ്പം ഇത് അഗ്നി പരീക്ഷയാണെങ്കിലും വേറെ എന്തെങ്കിലും പരീക്ഷയാണെങ്കിലും അവസാനം എല്ലാം ചളവാകും. പിന്നെ ഏതെങ്കിലും ഒരു എല്ലാ പ്രശ്നങ്ങളിലും നേരിട്ട് അതിൽ പരിഹാരം കാണാതെ എല്ലാ പ്രശ്നങ്ങൾക്കും നേരിട്ട് കരഞ്ഞു മെഴുകുന്ന ഈ അനിമോളെ പോലുള്ള ആളുകൾക്കായിരിക്കും അവസാനം കപ്പ് കൊടുക്കുന്നത്. ഇപ്പം അനിമോൾക്ക് കപ്പ് കൊടുത്തതിന് ഒരുപാട് ആളുകൾ എതിർപ്പുണ്ട്. കാരണം അനീഷിന് കൊടുക്കണം, അനീഷായിരുന്നു അർഹൻ എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. പിന്നെ അനിമോളുടെ PR ഇതും പറഞ്ഞു ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും PR ഇത് കുറയും എന്നൊന്നും ഞാൻ പറയുന്നില്ല. PR ഇനി ശക്തമാവും. ഇനി വരുന്നവരും PR കൊടുത്തായിരിക്കും വരുന്നത്. ഇപ്പോൾ ബിഗ് ബോസിൽ ഇനിയിപ്പോൾ PR കൊടുത്തു വരുന്നവരും കൊടുക്കാതെ വരുന്നവരും തമ്മിൽ ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പം സീസൺ 8 കാണുന്നവർ കാണട്ടെ, അല്ലാത്തൊരു അവരുടെ ഇതിൽ തന്നെ നിൽക്കട്ടെ. അപ്പം എന്തായാലും കാണുന്ന ആളുകൾക്ക് ഇനി വരുന്ന 100 ദിവസമൊക്കെ വളരെ എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ സംസാര വിഷയമൊക്കെയാണ്. പിന്നെ ഒരു കാര്യം ഇവർ മാറ്റി വയ്ക്കണം, ഈ ഷോയും ജീവിതവും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു അതാണ് ഒന്നുമില്ല. ഇത് കഴിഞ്ഞു പോയിട്ടുള്ള
മണിക്കുട്ടനാണെങ്കിലും അതുപോലെ തന്നെ ജിൻഡോ, പിന്നെ ദിൽഷ, ഇവരൊന്നും ഇപ്പം എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇവർക്ക് എന്ത് അവസരങ്ങളാണ്, ഒന്നും അങ്ങനെയൊന്നും കിട്ടാറില്ല. ആ ഒരു വിജയത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്, അല്ലാതെ കിട്ടത്തൊന്നുമില്ല. അപ്പം അതും ഈ ഗെയിമും ജീവിതവും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കില്ല. കാരണം എപ്പോഴും പറയുന്നതാണ് ഇതാണ് അതാണ് എന്നൊക്കെ പറയാം. പിന്നെ കുറച്ചും കൂടെ മാന്യമായിട്ടൊക്കെ പെരുമാറുക, സ്ത്രീകളാണെങ്കിലും മറ്റു മനുഷ്യരാണെങ്കിലും. അപ്പോൾ സീസൺ 8 നല്ലതാകട്ടെ. സീസൺ 7 പോലെ, സീസൺ 4 പോലെ. സീസൺ 7ൻ്റെ ഇത് പറയുന്നില്ല, സീസൺ 4 ആണ് ഏറ്റവും കൂടുതൽ ആളുകളെ പിടിച്ചിരുത്തിയത്. അപ്പോൾ സീസൺ 4 പോലെ തന്നെ നല്ലതാകട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.